കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ നമ്മളൊരു വാർത്ത കേട്ടില്ലേ, വെസ്റ്റ് നൈൽ ഫീവർ വന്ന് 5ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1-2 മരണങ്ങൾക്ക് കാരണം വെസ്റ്റ് നൈൽ ഫീവർ ആണെന്ന് സംശയിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള വാർത്ത കേട്ടതല്ലേ. അപ്പോൾ പലർക്കും ഒരു ആശങ്കയുണ്ട്, എന്താണ് ഈ വെസ്റ്റ് നൈൽ ഫീവർ, ഇത് അത്ര വലിയ അപകടകാരിയാണോ? തീർച്ചയായിട്ടും വലിയ ഒരു അപകടകാരിയൊന്നും അല്ലാത്ത ഒരു വൈറൽ രോഗമാണ് വെസ്റ്റ് നൈൽ പനി എന്നുള്ളത്. 150 കേസിൽ ഒരു മരണം വരെ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു വൈറൽ രോഗമാണ്. സാധാരണയായിട്ട് വെസ്റ്റ് നൈൽ ഫീവർ പകരുന്നത് മനുഷ്യന്മാരിൽ മനുഷ്യന്മാരിലേക്ക് നേരിട്ട് പകരില്ല, മറിച്ച് വെസ്റ്റ് നൈൽ വൈറസ് ഉള്ള ഒരു കൊതുക് മനുഷ്യന്മാരെ കുത്തിയാൽ മാത്രമേ ഇത് പകരുള്ളൂ എന്നുള്ളതാണ്. 1937 ഉഗാണ്ടയിൽ വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് ആദ്യമായി കണ്ടെത്തുന്നത്. പിന്നീട് അത് പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതുകൊണ്ടാണ് ഇതിന് വെസ്റ്റ് നൈൽ എന്ന് പേര് വന്നത് കേട്ടോ. വെസ്റ്റ് നൈൽ വൈറസ് അണുബാധയുള്ള ഭൂരിഭാഗം മനുഷ്യന്മാരിലും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. കുറച്ച് ആൾക്കാരിൽ ഈ ഫ്ലൂ, ഒരു ജലദോഷപ്പനിയിലൊക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കാണിച്ചിട്ട് അങ്ങ് മാറിപ്പോവും. നല്ല തലവേദന, പനി, ശരീരം മൊത്തമുള്ള വേദന, ഒരു ഓക്കാനം വരിക, ഛർദി, പിന്നെ ചിലർക്കൊക്കെ ചില റാഷുകൾ, ചെറിയ തിണർപ്പുകളൊക്കെ അനുഭവപ്പെടുത്തുന്ന സാഹചര്യം. അപ്പോൾ എപ്പോഴാണ് ഈ വെസ്റ്റ് നൈൽ ഫീവർ അപകടകാരിയാവുന്നത്? അത് ചിലപ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് ഒരു അണുബാധയായിട്ട് വ്യാപിക്കുമ്പോഴാണ്. ചിലപ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിൽ തന്നെ കോശങ്ങൾ ഇൻഫെക്റ്റഡ് ആക്കിയിട്ട് അതിന് എൻസെഫലൈറ്റിസ് എന്നുള്ള രീതിയിൽ വരാം. അല്ലെങ്കിൽ അതിൻ്റെ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയറിലുള്ള അണുബാധയായിട്ട് മെനിഞ്ചൈറ്റിസ് ആയിട്ടും വരാവുന്നതാണ്. പ്രായം കൂടിയവരിലും പ്രത്യേകിച്ച് നമ്മുടെ വളരെ വീക്കായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവരിലൊക്കെയാണ് ഇത് കൂടുതൽ അപകടകരമായി മാറാൻ സാധ്യതയുള്ളത്. ഈ വെസ്റ്റ് നൈൽ ഫീവർ ചികിത്സിക്കാൻ പ്രത്യേകിച്ച് ചികിത്സ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും വേണ്ട. ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയാണെങ്കിൽ വേദന സംഹാരികൾ കൊടുക്കും. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് ധാരാളം ജലാംശം കഴിക്കേണ്ടതുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഈ സമയത്ത് ധാരാളം കഴിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിന് നൽകി പോരുന്നത്. അപ്പോൾ ഇത് വരുന്നത് തടയാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വെസ്റ്റ് നൈൽ ഫീവർ നമുക്കറിയാം, അത് കൊതുകിൻ്റെ കടി കൊണ്ടാണ് പകരുന്നത്. അപ്പോൾ കൊതുകിനെ നശിപ്പിക്കാനുള്ള സജ്ജീകരണം നൽകുക, കീടനാശിനികൾ വെച്ച് കൊതുകിനെ നശിപ്പിക്കുക. പിന്നെ കൊതുക് വളരാനുള്ള നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ വൃത്തിയുള്ളതാക്കി മാറ്റുക. കൊതുക് കൂട്ടമായി വളരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും വൃത്തിയാക്കിയിട്ട് നല്ലൊരു ശുദ്ധീകരണം, അന്തരീക്ഷ ശുദ്ധീകരണമാണ് നമ്മൾ വരുത്തേണ്ടത്. പിന്നെ പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൊതുക് കുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീളം കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പോവുക. പിന്നെ മോസ്കിറ്റോ റിപ്പലൻ്റ് ക്രീമുകളൊക്കെ പുരട്ടിയിട്ട് കൊതുകിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വരുന്നത് തടയാവുന്നതാണ്. ഓക്കെ, ബി ഹെൽത്തി, ബൈ.